ാണ് പഠിപ്പിച്ചത് പിശാച് അവന്റെ മിത്രങ്ങൾക്ക് ബോധനം നൽകും. നമ്മൾ ബുഖാരി വിടുക കുഴപ്പമില്ല. എന്നാൽ വിശുദ്ധ ഖുർആനാണ് പഠിപ്പിച്ചത് പിശാച് അവന്റെ മിത്രങ്ങൾക്ക് ബോധനം നൽകും. ഇത് നമ്മൾ എങ്ങനെ വ്യാഖ്യാനിക്കുക? പിന്നെ പറയും ബുഖാരിയിലെ ഹദീസിൽ എവിടെയെങ്കിലും ഈ ആയത്ത് പറയും. ബുഖാരി എടുക്കട്ടെ, ബുഖാരി നമ്മൾ എടുത്തിട്ടേ ഇല്ല. ബുഖാരി നമ്മൾ പണ്ട് ചില മനുഷ്യന്മാർ തോട്ടി കയറുന്നതാ, ഞാൻ പിന്നെ എടുത്തോണ്ട് അവിടെ വെക്കട്ടെ. ഇപ്പൊ ഈ ആയത്ത് പറയും യൂഹൂന ഇലാ ഉലിയാൻ, പിശാച് അവന്റെ മിത്രങ്ങൾക്ക് ബോധനം നൽകും എന്ന് പറയും. ഈ മിത്രമാരാ? ഈ ബോധനം എന്താ? അപ്പൊ സിഹർ ചെയ്യുന്ന സിഹറൊന്നും വേണ്ട, പിശാച് അവന്റെ മിത്രങ്ങൾക്ക് ബോധനം നൽകും. ബോധനം നൽകട്ടെ, എന്താ കുഴപ്പം? എന്താ ബോധനം നൽകുക? അത് തന്നെയാണ് വസ്വാസ്. ബോധനം അറിയോ? കൈയടിക്കുന്നതിനാ വിഡിത്തം പറഞ്ഞ കൈയടിക്കൂ. അതായത് വിഡിത്തം കൈയടിക്കും. ശ്രദ്ധിക്കേ, പറഞ്ഞേക്ക്. അതായത് പിശാചിനെ ഇവിടെ സാഹിർ പിശാചിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചില ബോധനങ്ങൾ പിശാചിന് അവന്റെ കൂട്ടാളികൾക്ക് എത്തിച്ചു കൊടുക്കുക. നിങ്ങൾ പറഞ്ഞു പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണ് ഇവിടെ മാരണം ബാധിച്ചതായിട്ട് പറയുന്നത്. ആ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പിശാചിന്റെ ബോധനം ഉണ്ടാവുകയും 6 മാസത്തോളം കാലം എന്ന് ഇല്ല, ഒരു ദിവസം എവിടെയില്ല. ശരി, ഒരു ദിവസം ഒരു ദിവസവും ഇല്ല. അപ്പൊ 6 മാസക്കാലം ശരി, ചെയ്യുന്ന കാര്യം ചെയ്യാത്തതായും ചെയ്യാത്ത കാര്യം ചെയ്തതായി തോന്നുന്നതായും ഒക്കെ ഹദീസുകളിൽ കാണാം. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിശാച് കേവലം ഒരു സാഗർ പൂയിച്ചതിന്റെ പേരില് അങ്ങനെ മറുപടി കൊടുത്തുകൊണ്ട് പിശാച് ആ രൂപത്തിൽ പ്രവർത്തിക്കുമെന്നാണോ നിങ്ങൾ പറയുന്നത്? പ്രവാചകനിൽ ലോകത്ത് ഇതുവരെ ആർക്കും ഇങ്ങനെ സിഹർ ബാധിച്ചായിട്ടൊരു ഹദീസ് വന്നിട്ടില്ലല്ലോ. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സാഹിറിന്റെ ഉദ്ദേശപ്രകാരം അവ ആരാധിച്ച ഒരു പിശാച് യഥാർത്ഥത്തിൽ ആരാധിച്ച് ചെയ്യണമെന്ന് തന്നെ ഹദീസുകൾ എവിടെയില്ല. പിശാചിനെ പൂജിച്ചോ ആരാധിച്ചോ പ്രവാചകനെതിരെ സിഹർ ചെയ്യുന്നു എന്ന് ഹദീസ് താങ്കൾക്കും കാണിക്കാൻ പറ്റില്ല. എന്നിട്ട് താങ്കൾ ഹദീസിൽ ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ടിരുന്നത് മനസ്സിലായില്ലേ? അപ്പൊ പിശാചിനെ ആരാധിച്ചുകൊണ്ട് ഈ പ്രവാചകനെതിരെ ഇത്തരത്തിൽ ചെയ്യുന്ന കാര്യം ചെയ്യാത്തതായിട്ടൊക്കെ തോന്നുന്ന രീതിയിൽ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, പ്രവാചകൻ ഉത്തമമായ മാതൃക ഉണ്ട് എന്ന് പറയുന്ന ആ പ്രവാചകൻ ചെയ്ത കാര്യം ചെയ്യാത്തതായി തോന്നുക. ഈ ഒരു അവസ്ഥ പ്രവാചകൻ ഉണ്ടായി എന്നാണോ? അത് ആര് വിചാരിച്ചിട്ടാ? ഒരു പിശാചിനെ ഉപയോഗപ്പെടുത്തി സാഗർ ചെയ്തെന്ന അങ്ങനെ ഹദീസിലെവിടെയും ഇല്ല. ഹദീസിലുള്ള എല്ലാം നിങ്ങൾ പറഞ്ഞു പറയും. അതെ, ഹദീസിലെവിടെ ഇല്ല. പിന്നെ പ്രശ്നമില്ലല്ലോ, അങ്ങനെ ഹദീസിലെവിടെ ഇല്ല. സഹോദരൻ, ഇനി മനസ്സിലാക്കുക, ഇത് അള്ളാന്റെ ദീനാണ്. ഇത് നമ്മളെ മാഞ്ഞാളത്തിന് എന്തെങ്കിലും പറയാനും എന്തെങ്കിലും വിശ്വസിക്കാനുള്ളതല്ല. ഇത് കൃത്യമായ വഹ്യു പ്രകാരം പഠിപ്പിക്കപ്പെട്ട ആദർശമാണ്. നിങ്ങൾ പറഞ്ഞു ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അള്ളാഹുവിന്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട്. അതേ ഖുർആനാണ് പറഞ്ഞത് വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, വഹ്യു പ്രകാരമല്ലാതെ അള്ളാഹുവിന്റെ റസൂൽ ദീൻ പറഞ്ഞിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ ദീനായി എന്തെല്ലാം പറഞ്ഞോ അതെല്ലാം വഹ്യാണ്. ഖുർആനും വഹ്യാണ്, ഹദീസും വഹ്യാണ്, രണ്ടും വഹ്യാണ്. അല്ലെങ്കിൽ പിന്നെ അള്ളാഹുവിന്റെ റസൂൽ ദീനായിട്ട് ഖുർആൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഹദീസ് പറഞ്ഞിട്ടില്ല എന്ന് പറയേണ്ടി വരും. ദീനിന്റെ ഭാഗമായി നിങ്ങൾ കേൾക്കി, ഒന്ന് സ്വസ്ഥമായി ഇത് കേൾക്കി. ദീനിന്റെ ഭാഗമായി അള്ളാഹുവിന്റെ റസൂൽ 23 കൊല്ലം എന്തെല്ലാം പഠിപ്പിച്ചുവോ അത് മുഴുവനും വഹ്യാണ്. വഹ്യില്ലാതെ നബി ദീൻ പറഞ്ഞിട്ടില്ല. ദീൻ പറയുന്ന സ്വഭാവക്കാരനല്ല അള്ളാഹുവിന്റെ റസൂൽ. എന്തു പറഞ്ഞാലും ദീനിന്റെ ഭാഗമായി നബി എന്തു പറഞ്ഞു? ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, വഹ്യു പ്രകാരമല്ലാതെ നബി സംസാരിക്കില്ല. ആ നബി നമ്മോട് പഠിപ്പിച്ചു തന്നതാണ് വിശുദ്ധ ഖുർആന്റെ ആയത്തുകളും അതേപോലെ ഹദീസുകളും. ആ ഹദീസിലാണ് അള്ളാഹുവിന്റെ റസൂൽ തന്നെ പറഞ്ഞത്. ഇത് ഇമാം ബുഖാരി പറഞ്ഞതല്ല. നബിക്ക് ഇങ്ങനെ ഉണ്ടായി, അള്ളാഹുവിന്റെ റസൂൽ തന്നെ പറയുന്നു. ആ പറഞ്ഞത് നമുക്ക് സ്വീകരിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് പ്രയാസമാണ്. നബി പറഞ്ഞോ ഇല്ലേ നമുക്ക് അന്വേഷിക്കാം. 6 മാസം ഒരു ശൈത്താൻ നബിന്റെ പിന്നാലെ കൂടി എന്ന് ബുഖാരിയിലില്ല. അത് വേറെ ചില ശൈത്താന്മാര് പറഞ്ഞുണ്ടാക്കിയതാ. നബി അങ്ങനെ പറഞ്ഞിട്ടില്ല, ബുഖാരിയിൽ അങ്ങനെ ഇല്ല. പിന്നെ നിങ്ങൾ പറഞ്ഞപ്പോഴുള്ള ഒന്നും ഹദീസിലില്ല. ഇനി ഹദീസുകൾ എന്താ ഞാൻ പറഞ്ഞുതരാം. അബ്ദുസ്സലാം സ്വല്ലമി എഴുതിയ ബുഖാരി പരിഭാഷന് വായിക്കാം. അതാ നിങ്ങൾക്ക് കൂടുതൽ നിങ്ങൾക്ക് സ്വീകാര്യമാവുക. അല്ല, നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. ഏകദേശം നേരിൽ കണ്ടാൽ നമുക്കറിയാം സാധനം എന്താന്നുള്ളത്. അവ അബ്ദുസ്സലാം സുല്ലമി എഴുതിയ പരിഭാഷന് വായിക്കാം. ഞാൻ പറ്റൂലെങ്കിൽ ബുഖാരി വേറെ വായിച്ചരാം. അല്ല, ആക്ഷേപമൊന്നുമില്ല, ഉള്ളത് പറഞ്ഞ ആക്ഷേപമാവുമല്ലോ. അബ്ദുസ്സലാം സുല്ലമി സ്വഹീഹ് ബുഖാരിക്ക് എഴുതിയ പരിഭാഷ, ആ പരിഭാഷയിൽ പറയുന്നു, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ബ്രാക്കറ്റിൽ മാരണം ബാധിച്ചു. ആയിഷ ബീവി പറയാൻ നബിക്ക് മരണം ബാധിച്ചു. നിങ്ങൾ പറയാൻ വിശ്വസിക്കാൻ പറ്റൂല. ഒന്ന് അബ്ദുസ്സലാം സുല്ലമി കൊടുത്ത അർത്ഥം, താൻ യഥാർത്ഥത്തിൽ ചെയ്യാത്ത പ്രവർത്തികൾ
ചെയ്തതായി നബിക്ക് തോന്നാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു. ശേഷം അവിടുന്ന് പറഞ്ഞു, എനിക്ക് സുഖം പ്രാപിക്കാൻ വേണ്ട മാർഗം അള്ളാഹു അറിയിച്ചു തന്നത് ആയിഷ നീ അറിഞ്ഞോ? രണ്ടാളുകൾ എന്റെ അടുക്കൽ വന്നു. ഒരാൾ എന്റെ തലക്ക് സമീപവും മറ്റേയാൾ എന്റെ ഇരുകാലുകൾക്കരികിലും ഇരുന്നു. ഒരാൾ മറ്റേയാളോട് ചോദിച്ചു, ഈ മനുഷ്യന്റെ രോഗമെന്താണ്? അദ്ദേഹത്തെ സിഹ്ർ ബാധിച്ചിരിക്കുകയാണെന്ന് മറ്റേയാൾ മറുപടി പറഞ്ഞു. ആരായി മറ്റേയാളും ഒന്നാമത്തെ ആളും? രണ്ട് മലക്കുകളാണ്. അപ്പൊ മലക്ക് ചോദിക്കുക മറ്റേ മലക്കിനോട്, ഇയാൾക്ക് എന്തു പറ്റി? അപ്പൊ മലക്കിന്റെ മറുപടി സിഹ്ർ ബാധിച്ചതാണ്. അത് ആയിഷ ബീവി പറഞ്ഞു എന്ന് ഹദീസിൽ തന്നെ അർത്ഥം കൊടുത്തിരിക്കുന്നു. എന്നിട്ട് ആരാണ് മാരണം ചെയ്തത്? ആദ്യത്തെ മനുഷ്യൻ ബ്രാക്കറ്റിൽ മലക്ക് ചോദിച്ചു. ലബീദ് ഇബ്നു അയ്സം ആണെന്ന് മറ്റേയാൾ പ്രത്യുത്തരം നൽകി. സിഹിറിന് എന്താണ് അയാൾ ഉപയോഗിച്ചത്? രണ്ടാമൻ പറഞ്ഞു, ചീർപ്പും മുടിയും അല്ലെങ്കിൽ പരുത്തി, ഈത്തപ്പനയുടെ ആൺകുലയുടെ കൂമ്പാളയുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എവിടെയാണത്? ഒന്നാമൻ ചോദിച്ചു. ദർവാൻ കിണറ്റിലാണ് ഉള്ളതെന്ന് രണ്ടാമൻ മറുപടി പറഞ്ഞു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടേക്ക് പുറപ്പെട്ടു. മടങ്ങി വന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, അവിടുത്തെ ഈത്തപ്പനകൾ ശൈത്വാന്മാരുടെ തല പോലെയുണ്ട്. അപ്പോൾ ഞാൻ ബ്രാക്കറ്റിൽ ആയിഷ ചോദിച്ചു, അവിടുന്ന് അത് പുറത്തേക്കെടുത്തോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഇപ്പോൾ അള്ളാഹു എന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി അത് പുറത്തെടുക്കുന്ന പക്ഷം ജനങ്ങൾക്കിടയിൽ അത് വമ്പിച്ച കുഴപ്പത്തിന് കാരണമായേക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പിന്നീട് ആ കിണർ മൂടിക്കളഞ്ഞു. സ്വഹീഹ് ബുഖാരി പരിഭാഷ 360. ഇത് അബ്ദുസ്സലാം സ്വലമി കൊടുത്ത അർത്ഥാണ്. നിങ്ങൾക്ക് സ്വീകാര്യമാണെങ്കിലും അല്ലെങ്കിലും ശരി, ഹദീസിന്റെ അർത്ഥം അങ്ങനെ തന്നെ ആണ് താനും. അതിൽ വ്യത്യാസം അയാൾ വരുത്തിയിട്ടില്ല. സാധാരണ വരുത്തലുണ്ട്, ഇതിന് വരുത്തിയിട്ടില്ല. മൂപ്പര് പിന്നെ ശേഷം കൊടുത്തു, ഇതിന്റെ സ്വീകാര്യത പരിശോധനാ വിധേയമാണ്. അതൊക്കെ പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. പലരും പരിശോധിച്ചു. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി കുഴപ്പമില്ല, സ്വീകരിക്കാൻ പറ്റിയതാണ്. അപ്പോൾ എത്ര പറഞ്ഞുള്ളൂ? സ്വീകാര്യത പരിശോധിക്കണം. പരിശോധിച്ചപ്പോ സ്വീകരിക്കാൻ പറ്റിയതാണ്. പോരായ്മകൾ അതിന്റെ പരമ്പരയിൽ ലോകത്തൊരാളും ഉന്നയിച്ചിട്ടില്ല. ആ ഹദീസ് സ്വഹീഹ് അല്ലാന്നോ ദുർബലമാണെന്നോ ഖുർആനെതിരാണെന്നോ ബുദ്ധിക്കെതിരാണ് എന്നോ തൗഹീദിനെതിരാണ് എന്നോ ലോകത്ത് മുഅ്തസിലികൾ പറഞ്ഞിട്ടുണ്ട്. വേറെ അഹ്ലുസുന്നയിൽ ആരും പറഞ്ഞിട്ടില്ല. ഇനി ഞാൻ പറഞ്ഞുതരാം ഈ ഹദീസിൽ വന്ന കാര്യം. ഇതാണ് ഹദീസിൽ വന്ന പദപ്രയോഗങ്ങൾ. ഇനി ഈ പുതിയ ശബാബിൽ ഇതേക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഞാൻ രണ്ടും കൂടി വായിച്ചുതരാം. പുതിയ ശബാബിൽ ഫെബ്രുവരി 22 ശബാബിൽ ഇതേ ഹദീസിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. നമ്മൾ രണ്ടും കൂടി കമ്പയർ ചെയ്യാം. അപ്പോഴാണ് ഇത് ഖുർആനെതിരാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ബാധിച്ചുവെന്ന ബുഖാരിയിലെ ഹദീസ് ഖുർആനിലെ 2 ആയത്തുകൾക്ക് വിരുദ്ധമാണ്. ശബാബിൽ എഴുതാൻ ബുഖാരിയിലെ 2 ആയത്തുകൾക്ക് വിരുദ്ധം. ഏതായത്ത്? അതിൽ കടുത്ത പ്രവാചക നിന്ദയുണ്ട്. സാഹിറിന് ബ്രാക്കറ്റിൽ മാരണക്കാരൻ എങ്ങനെ വന്നാലും വിജയമുണ്ടാവുക ഇല്ല എന്ന് ഖുർആൻ സൂറത്തു തോഹയിൽ പറയുമ്പോൾ ലബീദ് എന്ന മരണക്കാരൻ 101% വിജയിച്ചു എന്ന് ബുഖാരിയിലെ ഹദീസ് പറയുന്നു. ഹദീസ് നമ്മളിപ്പോ വായിച്ചല്ലോ. ഈ ഹദീസിൽ പറഞ്ഞോ 101% വിജയിച്ചു എന്ന്? ഇല്ല. പിന്നെ ലബീദ് 100% തോറ്റു എന്നുള്ളത്. ഓൻ സിഹ്ർ ചെയ്തു, ഓൻ ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അള്ളാഹ് പരാജയപ്പെടുത്തി. അള്ളാഹ് മലക്കുകളെ പറഞ്ഞയച്ചു, സംഗതി വെളിച്ചത്ത് കൊണ്ടുവന്നു, പ്രതിവിധി കാണിച്ചു കൊടുത്തു. നബി ആ പ്രതിവിധി ചെയ്തു, നബിക്ക് സുഖമായി. അപ്പൊ ലബീദ് തോറ്റു. അതാ അള്ളാഹ് പറഞ്ഞത്, വലാ യുഫ്ലിഹു സാഹിറു ഹൈസു അതാ. സാഹിർ മാരണക്കാരൻ എവിടെ ചെന്നാലും വിജയിക്കില്ല. അങ്ങനെ ഇരിക്കുക, നമുക്ക് ആ സിഹ്റൊന്ന് പഠിക്കുക. പണ്ട് അനസ് മുസ്ലിമൊക്കെ ചെയ്തിരുന്നു, ഇപ്പൊ 30 നിർത്തിക്കണേ. അപ്പൊ നമ്മൾ ഇങ്ങനെയെങ്കിലും സലാം സുലൈമിനെ ഒക്കെ പഠിക്കുക. അപ്പൊ മാരണക്കാരൻ എവിടെ ചെന്നാലും വിജയിക്കില്ല എന്നാണ് ആയത്ത്. ഈ ആയത്തിന് അപ്പുറപ്പുള്ള ആയത്ത് എന്താ? ഏത് സമയത്താ പറഞ്ഞത്?
ഈ ആയത്തിന് ഈ ഹദീസ് എതിരാണ് എന്നാണ് ഷബാബിൽ. നിങ്ങൾ ഏതായാലും ബുഖാരി കണ്ടിട്ടില്ല, ഹദീസ് ബുഖാരിന്ന് വായിച്ചിട്ടില്ല എന്നാ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇനി വായിച്ചോ പറയട്ടെ. ഈ ഹദീസ് ആയത്തിനെതിരാണ് എന്നാണ് പറഞ്ഞത്. ഈ ആയത്ത് മൂസാ നബിയുടെ സംഭവവുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്താണ് ഖുർആൻ പറഞ്ഞത്. അവിടെ ഫിർഔന്റെ മുമ്പിൽ വന്നു, ഫിർഔന് ഇത് സിഹറാണെന്ന് പറഞ്ഞു. അങ്ങനെ വാദപ്രതിവാദത്തിന് വേദി ഒരുങ്ങി. അങ്ങനെ എല്ലാവരും വന്നു. അവർ ചോദിച്ചു, മൂസ നീയാണോ ആദ്യം ഇടുക അതോ ഞങ്ങളാണോ ഇടേണ്ടത്? മൂസാ നബി പറഞ്ഞു, ഖാല ബൽ അൽഖൂ, നിങ്ങൾ ഇട്ടുകൊള്ളുക. ഫൈദാ ഹിബാലുഹും വഇസിയ്യുഹും യുഖയ്യലു ഇലൈഹി മിൻ സിഹ്രിഹിം അൻഹാ തസ്അ. അപ്പോൾ അവരുടെ വടികളും കയറുകളും അവരുടെ സിഹർ നിമിത്തം അത് ഓടുന്നുവെന്ന് മൂസാ നബിക്ക് തോന്നി. ഓടുന്നുവെന്ന് മൂസാ നബിക്ക് തോന്നി. അപ്പോൾ അദ്ദേഹം പേടിച്ചു. അപ്പൊ അല്ലാഹ് വിളിച്ചു, നീ പേടിക്കേണ്ടതില്ല. വഅൽഖി മാ ഫീ യമീനിക്, താങ്കളുടെ വലത്തേ കൈയിലുള്ള വടി താങ്കൾ ഇട്ടുകൊള്ളുക. തൽഖഫ് മാ സ്വനഉ, അവർ ചെയ്തതിനെ അത് വിഴുങ്ങും. ഇന്നമാ സ്വനഉ കൈദു സാഹിർ, അവർ ഉണ്ടാക്കിയത് സാഹിറിന്റെ മാരണക്കാരന്റെ തന്ത്രം മാത്രമാണ്. വലാ യുഫ്ലിഹു സാഹിർ ഹൈസു അതാ, മാരണക്കാരൻ എവിടെ ചെന്നാലും വിജയിക്കില്ല. അപ്പൊ ആദ്യം എന്താ പറഞ്ഞത്? മാരണക്കാരൻ വടിയിട്ടു, കയറിട്ടു, അത് പാമ്പാകുന്നു മൂസാ നബിക്ക് തോന്നി. അല്ലാഹ് പറയാ മാരണക്കാരൻ വിജയിക്കൂല. അപ്പൊ ഖുർആനിൽ വൈരുദ്ധ്യം എന്നൊരുത്തം പറയോ? വടിയും കയറും ഇട്ടു, ഇത് ഓടുന്നുവെന്ന് മൂസാ നബിക്ക് തോന്നി. അത് ഖുർആനെതിരാണോ? അല്ല. ഇവിടെ പറഞ്ഞെന്താ? നബി തങ്ങൾ ചെയ്യാത്ത പ്രവർത്തികൾ ചെയ്തതായി നബിക്ക് തോന്നി. അത് ഖുർആനെതിരെ. അതെങ്ങനെയാ? അല്ലാഹ് പറയുന്നത് ഇവര് വടിയിട്ടപ്പോൾ അവരെ സിഹറിന് മൂലം ഇത് ഓടുന്നുവെന്ന് മൂസാ നബിക്ക് തോന്നി. അത് ഖുർആനെതിരല്ല. ലബീദ് ഈത്തപ്പനയുടെ കൂമ്പാളം ഇട്ടപ്പോൾ അത് മുഖേന നബി തങ്ങൾക്ക് ചെയ്യാത്ത ചില പണി ചെയ്തു എന്ന് തോന്നി. അത് ഖുർആനെതിരെ. ആയത്തേതാ? വമാ യുഫ്ലിഹു സാഹിറു ഹൈസു അതാ, സാഹിർ വിജയിക്കൂല. അപ്പൊ മൂസാ നബിക്ക് തോന്നി എന്ന് പറഞ്ഞോട്ട് നിങ്ങൾ ശ്രദ്ധിക്കണില്ല. ചോദ്യം ചോദിക്കാൻ മാത്രമല്ലേ, വളരെ വിലപ്പെട്ട സമയമാണ്. ഒരുപാട് മനുഷ്യന്മാർ ബാക്കിലുണ്ട്. നിങ്ങൾ ഉത്തരം പണിയണ്ടേ? ഒരു ഹദീസല്ല ഒന്നുമില്ലെങ്കിൽ ശരിക്കും കേക്ക്. നമുക്ക് ചെറിയ പ്രതീക്ഷകളെ പറ്റിയില്ല, അതുകൊണ്ടാണ്. പിന്നെ അപ്പൊ ഇവിടെ മൂസാ നബിക്ക് തോന്നി എന്ന് ഖുർആൻ പറഞ്ഞു. അത് വലാ യുഫ്ലിഹു സാഹിറു ഹൈസു അതാ എന്നതിനെതിരല്ല. മുഹമ്മദ് നബിക്ക് തോന്നി എന്ന് ഹദീസിന് വന്നു. അത് ഖുർആനെതിരും. അത് ശരിയല്ല. ഒന്ന്. ഇനി മറ്റൊന്ന് എന്നിട്ട് പറയാം. അപ്പൊ 101% ലബീദ് വിജയിച്ചു എന്ന് ബുഖാരിയിലില്ല. അത് ഒരു കളവ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലബീദിനെ ഭയപ്പെട്ടു. അതും ബുഖാരിയിലില്ല, എവിടെയില്ല. ഈ ഖലീൽ ബുഖാരി പറഞ്ഞു നമുക്കറിയില്ല, ഇമാം ബുഖാരി പറഞ്ഞിട്ടില്ല. ഒരു ഹദീസിലും വന്നിട്ടില്ല നബി ലബീദിനെ ഭയപ്പെട്ടു എന്നില്ല. പിന്നെ ക്ഷുദ്ര വസ്തുക്കൾ ദർവാണിക്കിണറ്റിൽ നിന്നും എടുക്കാനുള്ള നിർദ്ദേശം നൽകാനായി അള്ളാഹു 2 മലക്കുകളെ അയച്ചിട്ടും ഫലമുണ്ടായില്ല. അല്ല 2 മലക്കുകളെ പറഞ്ഞയച്ചു, പക്ഷേ അല്ല പറഞ്ഞയച്ചു എന്നല്ല, സംഗതി നടന്നില്ല. ശബാബ് എഴുതുക. അടുത്തത്, കിണറ്റിനടുത്തേക്ക് പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഈത്തപ്പനകളെ തല കണ്ടപ്പോൾ തന്നെ പേടിച്ചു. ഹദീസ് നമ്മൾ വായിച്ചെന്താ? നബി പറഞ്ഞു, ആയിഷ, അവിടുത്തെ ഈത്തപ്പനകൾ ശൈത്വാന്മാരുടെ തല പോലെയുണ്ട്. ശബാബുകാരൻ എന്താക്കി? ഈത്തപ്പന കണ്ടപ്പോ നബി പേടിച്ചു. പേടിച്ചു അവിടെ ഇല്ല. ഇങ്ങനെയാണ് ഖുർആൻ എതിരാവല്. പിന്നെ ക്ഷുദ്ര വസ്തുക്കൾ എടുക്കാതെ മടങ്ങിപ്പോന്നു. അള്ളാഹുവിന്റെ ദൗത്യവും പരാജയപ്പെട്ടു. അള്ളാന്റെ ദൗത്യം പരാജയപ്പെട്ടു. പിന്നെ ആ വസ്തുക്കൾ ഇനി എടുക്കുന്ന പക്ഷം മനുഷ്യർക്കുണ്ടാകുന്ന ഉപദ്രവങ്ങൾ ഭയാനകമായിരിക്കുമ്പോൾ ഞാൻ ഭയപ്പെട്ടുവെന്ന് നബി പറയുമ്പോൾ നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്താണുള്ളത്? ഈ സാധനം പുറത്തെടുത്താൽ അത് മുഖേന മനുഷ്യർക്കുണ്ടാകുന്ന ഉപദ്രവങ്ങൾ ഭയാനകമായിരിക്കും. ഹദീസിൽ വന്നത് എന്താ? ഇനി അത് പുറത്തെടുക്കുന്ന പക്ഷം ജനങ്ങൾക്കിടയിൽ അത് വമ്പിച്ച കുഴപ്പത്തിന് കാരണമാകുന്ന.
ഇത് പുറത്തെടുത്ത സ്വഹാബികളൊക്കെ മനസ്സിലാക്കി ഇവൻ നബിക്കെതിരെ എങ്ങനെ പണിപ്പിച്ചു. അപ്പൊ ഓലൊക്കെ പടയിളകും, ഓല് പ്രശ്നം ഉണ്ടാക്കും, അവിടെ ഒരു കലാപുണ്ടാകും, കുഴപ്പങ്ങളുണ്ടാകും. ഇങ്ങനെ നിൽക്കണ്ട, ഏതായാലും അസുഖം മാറിയല്ലോ, പ്രശ്നം തീർന്നല്ലോ, ഇത് എടുക്കേണ്ട ആവശ്യമില്ല. അതെന്താക്കി, ഈ സാധനം പുറത്തെടുത്താല് അത് മുഖേന വ്യാപകമായ ഉപദ്രവങ്ങൾ ഉണ്ടാകുമെന്ന് പേടിച്ചു എന്ന് നബി പറയുമ്പോൾ അള്ളാഹുവിലുള്ള തവക്കുൽ പോലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അള്ളാഹുവിന്റെ തവക്കുല് നബിക്ക് നഷ്ടപ്പെട്ടു എന്ന് ഈ ഹദീസ് പറയുന്നു. പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭ്രാന്തിന്റെ ആദ്യ ലക്ഷണമായ സ്ഥല കാല ജല ഭ്രംശം സംഭവിച്ചു എന്ന് ഈ ഹദീസിൽ ഉണ്ട്. ഉണ്ടോ? ഹദീസിൽ ഉണ്ടോ? ഇല്ല. സ്ഥല കാല ജലഭ്രംശം എന്ന ഭ്രാന്തിന്റെ ആദ്യ ലക്ഷണം ഈ ഹദീസിലുണ്ട്. അതില്ല. പിന്നെ കഴിഞ്ഞില്ല. ക്ഷുദ്ര വസ്തുക്കൾ എടുക്കാൻ മറ്റാർക്കും ധൈര്യമില്ലാത്തതിനാലാവാം ആ കിണർ പിന്നീട് മൂടിക്കളഞ്ഞു എന്ന ഹദീസിലുള്ളത്. മൂടിക്കളഞ്ഞു ഹദീസിലുണ്ട്. എടുക്കാൻ ധൈര്യമില്ലാത്തതുകൊണ്ടല്ല, അത് ഇയാളെ വക. എടുത്തു എന്നുണ്ട്, എടുത്തു, ഇട്ടു, കിണറ് മൂടി. ഞാൻ അതിന്റെ പേരിൽ വേറെ കുഴപ്പങ്ങൾ നാട്ടിൽ വേണ്ട. എന്നിട്ട് സാഹചര്യ തെളിവുകളും പാരമ്പര്യ തെളിവുകളും ഈ ഹദീസിനെതിരാണ്. ഒന്നും എതിരല്ല, മൂപ്പര് മനസ്സിലാക്കിയുള്ള സാഹചര്യം ഉണ്ട്. അതെന്താ? ശേഷം പറയുന്നു, മദീന പള്ളിയിലെ ഇമാമ് കൂടിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏതാനും ദിവസങ്ങളിൽ സംഭവിച്ച ഈ ഭ്രാന്തമായ അവസ്ഥ, ആരെ കുറിച്ചായി പറയണത്? ഭ്രാന്തമായ അവസ്ഥ സന്തത സഹചാരിയായ അബൂബക്കർ റളിയല്ലാഹു അൻഹു പോലും അറിഞ്ഞില്ല. ആരെ പറഞ്ഞു ഇയാളോട്? സിദ്ദീഖ് അറിഞ്ഞില്ലാന്ന്. എവിടുന്ന് കിട്ടി? അബൂബക്കർ സിദ്ദീഖ് അറിഞ്ഞില്ലാന്ന് എവിടുന്ന് കിട്ടി? മൂപ്പരാണ്ട് ഒപ്പിക്കന്നെ. ആയിഷ റളിയല്ലാഹു അൻഹ അല്ലാത്ത ഒരു ഭാര്യയും അറിഞ്ഞില്ല. അതെവിടുന്ന് കിട്ടി? അതുമില്ല. പല സ്വഹാബികളും ഉദ്ധരിച്ചിട്ടുണ്ട്, ആരും അറിഞ്ഞിട്ടില്ല എന്നല്ല. ഇത് ഈ ശബാബിൽ എഴുതിയതാരാ? അബ്ദുറഹ്മാൻ ഇരുവേറ്റി. അബ്ദുറഹ്മാൻ ഇരുവേറ്റി മൂപ്പർക്ക് ഒരു കൊല്ലത്തേക്ക് മാത്രം സസ്പെൻഷൻ മാത്രം. പോസ്റ്റ് മാസ്റ്ററെ ഈ ഹദീസ് തള്ളല്ല എന്ന് പറഞ്ഞാല് ഓനെ പ്രാഥമിക അംഗത്വം കട്ട് ചെയ്യാണ്. ഒന്നാമത്തെ ചോദ്യം ഇവിടെ പ്രസക്തമാകും. നേരത്തെ ഫസ്റ്റ് ആൾ ചോദിച്ചിട്ടുണ്ടല്ലോ, രണ്ടും ഒന്നല്ലേ ആകണത്? അവിടേക്കായി പോക്ക്. അബ്ദുറഹ്മാൻ 40 കൊല്ലം കേരളം മെമ്പർമക്കേരി ഇത്തഖുല്ലാന്ന് ഖുതുബ നടത്തിയ മനുഷ്യൻ, അയാള് പറയാ, എന്നിട്ട് ഹെഡിങ് എന്താ? അവർ എന്നെ ഹദീസ് നിഷേധിയാക്കി. അവർ എന്നെ ഹദീസ് നിഷേധിയാക്കി. അത് ടി കെ സഫ് പറഞ്ഞല്ലോ. ടി കെ സഫ് പറഞ്ഞ അർത്ഥം, മദ്യപിച്ചാല് മദ്യത്തിന് അടിമപ്പെടും, അഡിക്റ്റാകും എന്ന് ക്ലാസ് എടുത്തപ്പോ ഒരാൾ പറഞ്ഞു, വെറുതെ പറയാ, ഞാൻ 25 കൊല്ലമായിട്ട് മുടങ്ങാതെ മദ്യപിക്കുന്നു, ഞാൻ എന്തൊരു അഡിക്റ്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞ പോലെ അവർ എന്നെ ഹദീസ് നിഷേധിയാക്കി. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക സുഹൃത്തെ, ഇതില് നമ്മൾ വൈകാരികത ഒഴിവാക്കിയിട്ട് ഇത് ഒരു ഹദീസാണ്. ഒരു ഹദീസ് വന്നാൽ അതിനോട് സ്വീകരിക്കേണ്ടെന്ന ഒരു മര്യാദ ഉണ്ട്, അതിനോട് സ്വീകരിക്കേണ്ട ഒരു മാനദണ്ഡമുണ്ട്. ഈ ഹദീസ് നമ്മൾ മാത്രം കണ്ടതല്ല, ഈ ഹദീസ് നമ്മുടെ കാലത്ത് മാത്രം ഉണ്ടായി വന്ന സാധനവുമല്ല. അങ്ങനെയാണെങ്കിൽ നമുക്കിത് വലിച്ചെറിയാം. നേരെ മറിച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ കാലം മുതൽ ആയിഷ ബീവി അടക്കമുള്ള സ്വഹാബിമാർ ഉദ്ധരിച്ചു പോകുന്ന ഒരു സംഭവമാണ്. ആയിഷ ബീവി മാത്രമല്ല പറഞ്ഞിട്ടുള്ളൂ, മറ്റു പല സ്വഹാബിമാരും നബിയിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി മാത്രമല്ല ഉദ്ധരിച്ചത്, ബുഖാരി ഇമാം 6 തവണ തന്റെ സ്വഹീഹിൽ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം മുസ്ലിം ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്, ഇമാം മാലിക് ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഒട്ടുമിക്ക ഹദീസ് പണ്ഡിതന്മാരും തങ്ങളുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശേഷം വന്ന അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ, ഖുർആൻ മുഫസ്സിറുകൾ, ഹദീസ് വ്യാഖ്യാതാക്കൾ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ, അഖീദ പഠിപ്പിച്ച പണ്ഡിതന്മാർ, അവരിൽ ഒട്ടുമിക്ക പേരും സിഹറുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. അവർ ലോകത്ത് ഒരാളും അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഒരാളും ഈ ഹദീസ് ഖുർആൻ എതിരാണെന്ന് പറഞ്ഞിട്ടില്ല, ഈ ഹദീസ് ബുദ്ധിക്കെതിരാണെന്ന് പറഞ്ഞിട്ടില്ല, ഈ ഹദീസ് ലഈഫാണെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്റെ പൊന്നു സഹോദരൻ, താങ്കൾക്ക് ദീനിയായ താല്പര്യവും ഇത് അംഗീകരിച്ചാൽ തൗഹീദ് പൊളിയുമോ എന്ന പേടിയും അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് ഇല്ലാത്തത് പഴയലാകുമോ എന്ന ആശങ്കയുമാണ് താങ്കൾക്കുള്ളതെങ്കിൽ താങ്കൾ ചെയ്യേണ്ടത്, താങ്കൾക്ക് വിശ്വാസമുള്ള ഏതെങ്കിലും പണ്ഡിതനോട് ചോദിക്കുക, ഇത് ഖുർആനിനെതിരാണെന്നോ
ഇത് ബുദ്ധിക്കെതിരാണെന്നോ ഇത് ദുർബലമാണെന്നോ തൗഹീദിന് വിരുദ്ധമാണെന്നോ ലോകത്ത് ആരാണ് 14 പറഞ്ഞത്? ലോകത്ത് 14 ഇതാരു പറഞ്ഞു? മുഅ്തസിലിയാക്കളെ അല്ലാതെ അഹ്ലുസുന്നയുടെ ഒരു ടീമിനെയും കിട്ടില്ല. അബ്ദുസ്സലാം സുല്ലമി ഈ വാദം കൊണ്ടുവന്നപ്പോൾ നമ്മൾ പല സ്ഥലത്തും എഴുതി ഇത് മുഅ്തസിലി ചിന്താഗതിയാണ്. എന്നിട്ട് ജിന്നിപ്പിശാച്ച് സിഹിർ എന്ന പേരിൽ അയാൾ പുസ്തകം എഴുതിയപ്പോൾ അയാൾ പറഞ്ഞെന്താ, മുഅ്തസിലികളാണ് സിഹിർ നിഷേധിച്ചത് എന്ന് അവർ എനിക്കെതിരെ പറയുന്നു. എന്നാ മുഅ്തസിലികൾ മാത്രമല്ല, ഒറ്റപ്പെട്ട മറ്റു ചിലരും അത് നിഷേധിച്ചിട്ടുണ്ടല്ലോ. മുഅ്തസിലികൾ മാത്രമല്ല, വേറെ ചില ഒറ്റപ്പെട്ടവരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ മുഅ്തസിലികളുടെ പണിയാണ് ഇത്. അതുകൊണ്ട് സഹോദരൻ ആത്മാർത്ഥമായിട്ടാണ് ചോദ്യമെങ്കിൽ, അതല്ല ഒരു മുഖാമുഖം കേട്ടപ്പോ അമ്മയോട് പോയിട്ട് ഉള്ള സമയത്ത് അമ്മ എടുക്കുക എന്നാണെങ്കിൽ നിവൃത്തിയൊന്നുമില്ല. അതേസമയം ആത്മാർത്ഥമായിട്ട് ഇത് മനസ്സിലൊരു ആശങ്കയും എന്താ റബ്ബേ ഇങ്ങനെ ഹദീസ് വന്നു എന്നുമുള്ള ബേജാറാണെങ്കിൽ താങ്കൾ അന്വേഷിക്കുന്നതാണ് ഈ ഹദീസ് ഖുർആനെതിരാണെന്ന്, ഇത് ബുദ്ധിക്കെതിരാണെന്ന്, ഇത് തൗഹീദിനെതിരാണെന്ന്, ഇത് നബിതങ്ങളെ ആക്ഷേപിക്കലാണെന്ന്, ഇത് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്ന ആയത്തിനെതിരാണെന്ന് ലോകത്ത് ഇതിനു മുമ്പ് ആര് പറഞ്ഞു? ഇതിനു മുമ്പ് അബ്ദുസ്സലാം സുല്ലമി പറയുന്നതിന് മുമ്പ് ലോകത്ത് അഹ്ലുസുന്നയുടെ പേരിൽ അറിയപ്പെട്ട ഏതു പണ്ഡിതനാണ് അങ്ങനെ രേഖപ്പെടുത്തി വെച്ചത് എന്ന് സൗകര്യമുണ്ടെങ്കിൽ താങ്കളൊന്ന് പോയി അന്വേഷിക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അവിടെ വെച്ചിട്ട് സാഹറുകൾ കാണിച്ചതിനെയും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സംഭവിച്ച സിഹിറിനെയും ഒത്തൊരുമിച്ച് കൂട്ടിയിണക്കി കൊണ്ടുപോയി രക്ഷപ്പെടാനുള്ള പഴുത് ശരിയല്ല. കാരണം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുന്നിൽ കാണുന്ന കാര്യം അദ്ദേഹം പേടിച്ചത്. അദ്ദേഹം ഒരു മനുഷ്യനാണ്, സ്വാഭാവികമായിട്ടും പാമ്പിനെ കണ്ടാൽ പേടിക്കും. അദ്ദേഹത്തിന് മാജിക് അറിയില്ല. അതുപോലെ ഏതെങ്കിലും ഒരു വീട്ടിലോ അല്ലെങ്കിൽ ദൂരസ്ഥലത്ത് ഇരുന്നുകൊണ്ട് ഒരാൾ ചെയ്യുന്ന പണിയാണ് ഇവിടെ പ്രവാചകന്റെ സിഹിർ. നമ്മൾ മനസ്സിലാക്കണം, രണ്ടും വ്യത്യാസമുണ്ട്. ഇത് മുമ്പ് ശംസീദ് മാലത്ത് ഓടിച്ചിട്ട് കുത്തുന്നത് അത് തെറ്റോ എന്ന് ചോദിക്കും പോലെ ആയിപ്പോയി. ഭൗതികമായ രീതിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വെച്ചല്ല സാഹിർ മാരണം ചെയ്തത്. മറിച്ച് അദ്ദേഹം പ്രവാചകൻ കാണാത്ത ഏതോ ഒരു സ്ഥലത്ത് കിടന്ന ഒരു സംഭവം നടന്നതിന് പിന്നീട് പ്രവാചകൻ അറിയുകയും പ്രവാചകന് ബാധിക്കുകയും ചെയ്തിട്ട് ഹദീസ് വരുന്നത്. എന്നാൽ നിങ്ങൾ പറഞ്ഞ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സംഭവം ഇതുമായിട്ട് യോജിപ്പിക്കാൻ പറ്റില്ല. അവിടെ എന്താ സംഭവിച്ചത്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുന്നിൽ നേർക്ക് നേരെ വടി പാമ്പാകുന്ന കാഴ്ച അദ്ദേഹം കാണുന്നു, ഭയപ്പെടുന്നു. ആ ഭയപ്പെടലാണോ ഇത്? ഇതങ്ങനെയല്ല, ഇത് അഭൗതികമായ ഭയപ്പെടലാണ്. ഇത് ഭൗതികമായ ഒന്നും തന്നെ അദ്ദേഹത്തിന് ഏൽക്കുന്നില്ല. മറിച്ച് എവിടെയോ കുഴിച്ചിട്ടത് മൂലം പ്രവാചകന് ചില തോന്നലുകൾ ഉണ്ടാകുന്ന ഈ ഒരു അവസ്ഥാവിശേഷം ഉണ്ടാവുക എന്ന് പറയുന്നത് എങ്ങനെ ശരിയാകും? കുഴിയിൽ കിടക്കുന്ന ഔലിയാക്കളിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കുന്ന സുന്നിയും കുഴിയിൽ കിടക്കുന്ന മുടിയും പൂവിൽ നിന്ന് ഉപദ്രവം പ്രതീക്ഷിക്കുന്ന നിങ്ങൾ തമ്മിൽ എന്ത് വ്യത്യാസമുള്ളതെന്ന് പറയും. അത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. അപ്പൊ ഇതുവരെ പറഞ്ഞൊക്കെ ക്ലിയറായി. ഇനിയിപ്പോ മൂസാ നബിയും ഇതും കൂടി കമ്പയർ ചെയ്യാൻ പറ്റൂലെന്നാ. ഒരു വിഷയത്തിൽ പറ്റും, ഒരു വിഷയത്തിൽ പറ്റും. ഏത് വിഷയത്തില്? മൂസാ നബിയുടെ വിഷയം നമ്മൾ എന്തിനാ എടുത്തിട്ടത്? നിങ്ങളാണ് ആദ്യം ശബാബുകാരനാ കമ്പയർ ചെയ്തത്. വലാ യുഫ്ലിഹു സാഹിറു ഹൈസു അത്താന്ന് പറഞ്ഞത് മൂസാ നബിന്റെ സംഭവത്തിലാണ്. മാരണക്കാരൻ എവിടെ ചെന്നാലും വിജയിക്കില്ല എന്ന് അള്ളാഹ് പറഞ്ഞത് എവിടെയാ? മൂസാ നബിന്റെ കാര്യത്തിലാണ്. ആ ആയത്ത് ഈ ഹദീസിന് എതിരെ നിങ്ങണ്ടാ കൊണ്ടുവന്നത്. അതിനും ഫിറ്റാണ്, കുഴപ്പമൊന്നുമില്ല, എതിരല്ല, നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ മാരണക്കാരൻ സാഹിർ എവിടെ ചെന്നാലും വിജയിക്കില്ല എന്ന് പറഞ്ഞ അവിടെ തന്നെ അള്ളാഹ് എന്ത് പറഞ്ഞു? ആ സാഹിർ വടിയും കയറും ഇട്ടപ്പോ മൂസാ നബിക്ക് തോന്നി ഇത് പാമ്പായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ പാമ്പായിട്ടില്ലല്ലോ, നേരെ പാമ്പായിട്ടില്ല, വടി പാമ്പായിട്ടില്ല. അത് വടി തന്നെയാണ്, പാമ്പായി മാറിയിട്ടില്ല. പിന്നെ യുഖയ്യലു ഇലൈഹി മിൻ സിഹ്രിഹിം, അവരുടെ സിഹിർ മുഖേന മൂസാ നബിക്ക് തോന്നി ഇത് പാമ്പായി. എന്നാ സാഹിർ വിജയിക്കൂല. ഈ തോന്നിപ്പിക്കുക എന്ന പണിയിൽ സാഹിർ വിജയിച്ചോ? വിജയിച്ചല്ലോ. നേരെ കണ്ടോ കണ്ടില്ല നല്ല പ്രശ്നം ആയിക്കോട്ടെ. ഞാൻ ഇപ്പൊ നിങ്ങൾക്കെതിരെ ഒരാൾ ഇപ്പൊ വന്ന് ആക്രമിക്കാൻ വന്നു, നിങ്ങൾ പേടിക്കും. നിങ്ങളോട് പറയാ അപ്പുറത്ത് ഇന്ന ടൗണിൽ ഇന്ന ലോഡ്ജിൽ 4 ആൾ നിങ്ങൾക്കെതിരെ മീറ്റിംഗ് കൂടിയിട്ടുണ്ട്, നിങ്ങൾ അപായപ്പെടുത്താൻ, പേടിക്കൂലേ? ഏയ് മുന്നിൽ കാണില്ല, ഞാൻ പേടിക്കൂല എന്ന് പറയോ? ഇല്ലല്ലോ. അപ്പൊ മുന്നിൽ കണ്ടോ കണ്ടില്ലെന്നല്ല, മറിച്ച് അവിടെ ആ സാഹചര്യങ്ങൾ ചെയ്തത് എന്താ? വടിയിട്ട് പാമ്പാക്കി മൂസ നീ ചെയ്യുന്ന സിഹിർ, ഞങ്ങൾ ചെയ്യണം സിഹിർ എന്ന് ബോധ്യപ്പെടുത്താനാ ഓല് വന്നത്. അതിന് ഒരു കയറിട്ടു, വടിയിട്ടു. ഓല് കയറും വടിയും ഇട്ടപ്പോ മൂസാ നബിക്ക് തോന്നി ഇത് ഓടുന്നു. ആ സാഹിർ വിജയിച്ചോ ഇല്ലേ? ആ സാഹിർ വിജയിച്ചോ ഇല്ലേ?
തോന്നിപ്പിക്കുക എന്ന പണിയിൽ വിജയിച്ചു. പക്ഷെ അല്ല ഇടപെട്ടു. അല്ല പറഞ്ഞു, മൂസ ഇത് സിഹിറാണ്, പേടിക്കണ്ട. വിജയിച്ചിട്ടാണല്ലോ മൂസാ നബി പേടിച്ചത്. പാമ്പായി തോന്നിയിട്ടാണല്ലോ മൂസാ നബി പേടിച്ചത്. അപ്പൊ അല്ല വിളിച്ചു, പേടിക്കണ്ട, ഇട്ടോ താങ്കളുടേത്, വിഴുങ്ങിക്കൊള്ളും, ഓൻ വിജയിക്കൂല. അപ്പൊ തോറ്റു. ലബീദ് ബിൻ അഅ്സം നിർവാൺ കിണറ്റിൽ കൊണ്ടുപോയി സിഹിർ ചെയ്ത സാധനം നിക്ഷേപിച്ചു. മുഹമ്മദ് നബിക്ക് തോന്നി ചില തോന്നലുകൾ. അല്ല ഇടപെട്ടു. അല്ല മലക്കിനെ പറഞ്ഞയച്ചു. നബിയോട് പറഞ്ഞു, ഇതാ ഇന്ന സ്ഥലത്ത് ഇന്നാൾ ചെയ്തിട്ടുണ്ട്, പോയി എന്ത് ചെയ്യാ, നശിപ്പിക്കുക. സഹാബത്തിനെ പറഞ്ഞയച്ചു. നോക്കുമ്പോ സാധനം അവിടെ ഉണ്ട്. മലക്കൾ പറഞ്ഞ സംഗതി സത്യം. ചെന്നപ്പോ സാധനം അവിടെ ഉണ്ട്. പുറത്തെടുക്കണ്ട തീരുമാനിച്ചു. അങ്ങോട്ട് തന്നെ ഇട്ടു. കിണർ മൂടിക്കളഞ്ഞു. സുഖമായി. ഓൻ വിജയിച്ചില്ല, ഓൻ തോറ്റു. ഇത് ഒന്ന് വൈരുദ്ധ്യമാണ്, മറ്റും വൈരുദ്ധ്യമാകണ്ടേ? അപ്പൊ ഇനി മുമ്പിൽ നയിക്കുന്നവരെ കാണുകയാണെങ്കിൽ സിഹിറിന് യാഥാർത്ഥ്യമുണ്ട് എന്നാണോ ഇപ്പൊ അർത്ഥം? ഇനിയിപ്പോ അതാണ് പ്രശ്നമുള്ളത്. മുന്നിൽ കണ്ടോ കണ്ടില്ല. അപ്പൊ മുന്നിലാണെങ്കിൽ സിഹിറിന് യാഥാർത്ഥ്യമുണ്ട്, മുന്നിൽ അല്ലെങ്കിൽ യാഥാർത്ഥ്യമില്ല എന്നല്ലേ അതിനുള്ളൂ. കേക്കി ഏതായാലും രണ്ടു മള കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അപ്പൊ മുന്നിൽ കണ്ടാൽ യാഥാർത്ഥ്യമുണ്ട്, അപ്പൊ പേടിച്ചാലും പ്രശ്നമൊന്നുമില്ല. കാണില്ലെങ്കിലോ അത് പേടിച്ചാൽ പ്രശ്നം തന്നെയാണ്. എന്നാണെങ്കിൽ അതെന്താ സുലാണ്? അപ്പൊ ചുരുക്കത്തിൽ ഞാൻ നിങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ഈ ഹദീസ് ഖുർആനെതിരാണ് എന്ന ആശങ്കയാണോ, ഇത് റസൂൽ തന്നെ ആക്ഷേപിക്കലാണ് എന്ന ആശങ്കയാണോ? എങ്കിൽ ഈ ഹദീസ് ഞാനും നിങ്ങളുമല്ലല്ലോ ആദ്യമായി കൈകാര്യം ചെയ്തത്. നിങ്ങളാണ് ഈ കാലം വരെ സ്വഹീഹ് ബുഖാരിയിൽ ആ ഹദീസ് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ ആ സാധനം കണ്ടിട്ടുണ്ട്. ആ ഹദീസിന് ലോകത്ത് ഒരുപാട് പണ്ഡിതന്മാർ നൽകിയ വ്യാഖ്യാനങ്ങൾ വായിക്കാൻ അവസരമുണ്ടായിട്ടുണ്ട്. 14 കാലമായി മുസ്ലിം ലോകത്ത് ഈ ഹദീസ് കൈമാറി പോരുന്നുണ്ട്. സിഹിർ ബാധിച്ചുവെന്ന് പറഞ്ഞത് ആയിഷ ബീവിയാണ് എന്നാണ് സലാം സലമി പോലും കൊടുത്ത അർത്ഥത്തിലുള്ളത്. മലക്കുകളാണ് തമ്മിൽ ചോദിച്ചത്, എന്തു പറ്റിയ ആൾക്ക്? അപ്പൊ സിഹിർ ചെയ്താണെന്ന് മലക്കാ പറഞ്ഞത്. എങ്ങനെയാണ് ചെയ്തത്? ദർവാണക്കത്തിൽ കൊണ്ടുപോയി ഇന്ന സാധനം നിക്ഷേപിച്ചിട്ടുണ്ട്. ചെന്ന് നോക്കുമ്പോ സാധനം അവിടെ കണ്ടു എന്നും പറയുന്നു. ഇനി ഇതൊക്കെ കളവാണോ? ഇതെല്ലാം ഇല്ലാത്തതാണോ? ഈ ഹദീസ് അസ്വീകാര്യമാണോ? എങ്കിൽ ഹദീസ് ഉണ്ട് എന്ന് കിട്ടിയത് എവിടുന്ന? ഇമാം ബുഖാരിന്റെ കിതാബെന്ന്. ആ ഇമാം ബുഖാരിക്കുണ്ടല്ലോ നിയമങ്ങൾ, ഒരു ഹദീസ് എടുക്കാനും എടുക്കാതെക്കാനും ഉള്ളത്. നമ്മളാരും നടന്നു പോകുമ്പോ വഴിയിൽ ഇങ്ങനെ ഇതിലങ്ങനെ പോയപ്പോ റോഡ് സൈഡിൽ നിന്ന് കണ്ടാലല്ലോ ഹദീസ്. നമ്മൾ ഹദീസ് എവിടുന്ന കണ്ടത്? ഇമാം ബുഖാരിന്റെ കിതാബിൽ നിന്ന്, ഇമാം മുസ്ലിമിന്റെ കിതാബിൽ നിന്ന്, ഇമാം മാലിക്കിന്റെ കിതാബിൽ നിന്ന്. അവിടെ നമ്മൾ കാണുന്നത് ആ ഇമാം ബുഖാരി ഒരു ഹദീസ് സ്വീകരിക്കാനും തള്ളാനുമുള്ള മാനദണ്ഡം പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ എടുക്കൂലെന്നും ബുഖാരിന്റെ കിതാബ് കണ്ടാൽ അത് ചീത്ത പറയാൻ വേണ്ടി എടുക്കാന്നും പറഞ്ഞാൽ അതിനായല്ലോ. വേണ്ട, ലോകത്ത് വന്ന ഹദീസ് പണ്ഡിതന്മാർ ഒരു ഹദീസ് സ്വീകരിക്കാനും തള്ളാനുമുള്ള മാനദണ്ഡം വെച്ചിട്ടുണ്ട്. ആ മാനദണ്ഡപ്രകാരം 14 കാലം ഈ ഹദീസ് കൈമാറിപ്പോന്ന, ഇത് പഠനവിധേയമാക്കിയ ഒരാളെങ്കിലും, തോന വേണ്ട, അഹ്ലുസുന്നയുടെ ഇമാമായി അറിയപ്പെടുന്ന ഒരു ഇമാമെങ്കിലും ഈ ഹദീസ് ശരിയല്ല എന്ന് പറഞ്ഞതുണ്ടോ? കാണാൻ കഴിയില്ല. നിങ്ങൾ എവിടെയും പോയി അന്വേഷിക്കാം, ആരോടും ചോദിക്കാം. ഈ ഹദീസ് സ്വീകാര്യമല്ലെന്ന്, ഈ ഹദീസ് ദുർബലമാണെന്ന്, ഈ ഹദീസ് വ്യാജമാണെന്ന്, ഈ ഹദീസ് ഖുർആൻ വിരുദ്ധമാണെന്ന്, ഈ ഹദീസ് തൗഹീദിനെതിരാണെന്ന് ലോകത്ത് അഹ്ലുസുന്നയുടെ ഒരു ഇമാം പറഞ്ഞു, ഒരൊറ്റ ഇമാം ഹദീസുകൾ സ്വീകരിക്കാൻ തള്ളാനുമുള്ള മാനദണ്ഡങ്ങൾ പഠിപ്പിച്ച, ആയത്ത് വിശദീകരിക്കാനുള്ള മാനദണ്ഡങ്ങൾ പഠിപ്പിച്ച സ്വഹാബത്തും താബഈങ്ങളും മുതലിങ്ങോട്ടുള്ള അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരിൽ ഒരാളെങ്കിലും ഇത് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ആലോചിക്കാം. പക്ഷെ അത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സൗകര്യമുണ്ടെങ്കിൽ താങ്കൾ എന്ത് ചെയ്യുക, ഇനിയുള്ള ദിവസങ്ങളിൽ അത്തരം ഒരു അന്വേഷണത്തിന് താങ്കൾ തയ്യാറാകണം എന്ന് സ്നേഹബുദ്ധ്യ